ധർമ്മവീർ ഭാരതിയുടെ കനുപ്രിയയെക്കുറിച്ച് നമ്മൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊരു പ്രണയകാവ്യമാണ്. കൃഷ്ണനും രാധയും തമ്മിലുള്ള പ്രണയകാവ്യമാണ്. അതിൽ നമ്മൾ കൂടുതലായി കാണുന്നത് കനുപ്രിയയാണ്. കനുവിൻ്റെ പ്രിയയായ രാധയുടെ ആംഗിളിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു കാവ്യം എഴുതപ്പെട്ടിട്ടുള്ളത്. അതായത് രാധയുടെ ചിന്തകളാണ്, കൃഷ്ണനെക്കുറിച്ചുള്ള വ്യാകുലതകളാണ്, മഹാഭാരത യുദ്ധത്തിന് കാരണമായ ആ ഒരു അവസ്ഥകളെക്കുറിച്ചുള്ള അവളുടെ ടെൻഷനാണ്. അപ്പോൾ അതിൽ കൃഷ്ണന് കാര്യമായൊരു റോളുണ്ട് എന്ന് മനസ്സിൽ കരുതുകയും കൃഷ്ണനെതിരെ സംസാരിക്കുകയും ചെയ്യുന്ന രാധയെ നമ്മളവിടെ കാണുന്നു. അപ്പോൾ നമ്മൾ കേട്ടുപതിഞ്ഞ രാധാസങ്കല്പത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു ആധുനിക സങ്കല്പത്തിലുള്ള ഒരു ലേഡി, വളരെ ബോൾഡായ ഒരു ലേഡിയായിട്ട് നമുക്കിവിടെ രാധയെ കാണാൻ കഴിയും. അപ്പോൾ അവൾ വെറുമൊരു പ്രണയിനി മാത്രമല്ല, കൃഷ്ണൻ്റെ A to Z കാര്യങ്ങളിൽ ഇടപെടാനുള്ള സർവ്വ അധികാരവും തനിക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന, അതനുസരിച്ച് ബിഹേവ് ചെയ്യുന്ന ഒരു ഉത്തമയായ പ്രണയിനിയാണ്. അപ്പോൾ കനുപ്രിയയുടെ ആദ്യത്തെ 5 സർഗ്ഗങ്ങൾ, കനുപ്രിയയ്ക്ക് ആകെ 5 സർഗ്ഗങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തേത് പൂർവരാഗാണ്. പൂർവരാഗിൽ മുഴുവനും നമ്മൾ കാണുന്നത് പ്രണയമാണ്. 5 ഗീതങ്ങളാണ് അതിനകത്തുള്ളത്. അതായത് 5 കുഞ്ഞു കവിതകളായിട്ടാണ് പൂർവരാഗിൻ്റെ ഡിവിഷൻ വന്നിരിക്കുന്നത്. പെഹ്ലാ ഗീത്, ദൂസരാ ഗീത്, തീസരാ ഗീത്, അങ്ങനെ 5വാം ഗീത് വരെ. അപ്പോൾ അങ്ങനെ 5 ഗീതങ്ങളാണ് നമ്മൾ പൂർവരാഗിൽ കാണുന്നത്. അവിടെ പ്രണയിനിയായ രാധയെ നമ്മൾ കാണുന്നു, പ്രകൃതിയോട് സംവദിക്കുന്ന രാധയെ നമ്മൾ കാണുന്നു. അപ്പോൾ ആദ്യത്തെ കാവ്യത്തിൽ നമ്മൾ കൃഷ്ണനെ കാണുന്നേയില്ല. നമ്മൾ കാണുന്നത് രാധയുണ്ട്, കനുപ്രിയയുണ്ട്. രാധ, കനുപ്രിയ എന്ന് പറയുന്നത് രാധയാണല്ലോ. അപ്പോൾ കനുപ്രിയയുണ്ട്, ഒരു അശോകവൃക്ഷമുണ്ട്. അപ്പോൾ അശോകവൃക്ഷത്തോട് സംസാരിക്കുന്ന രാധയെയാണ് നമ്മൾ ഈ പെഹ്ലാ ഗീതിൽ കാണുന്നത്. അപ്പോൾ പൂർവരാഗിലെ ആദ്യത്തെ കാവ്യം എന്ന് പറയുന്നത് പെഹ്ലാ ഗീത്. പെഹ്ലാ ഗീതിലുള്ള പെഹ്ലാ ഗീത് എന്താണെന്ന് നോക്കാം. पद के किनारे खड़े छायादार पावन अशोक वृक्ष, तुम यह क्यों कहते हो कि तुम मेरे चरणों के स्पर्श की प्रतीक्षा में जन्मों से पुष्पहीन खड़े थे? तुमको क्या मालूम कि मैं कितनी बार केवल तुम्हारे लिए धूल में मिली हूँ? धरती में गहरे उतर जड़ों के सहारे तुम्हारे कठोर तन के रेशों में कलियां बन, कोंपल बन, सौरभ बन, लाली बन चुपके से सो गई हूँ कि कब मधुमास आए और तुम कब मेरे प्रस्फुटन से छा जाओ. फिर भी तुम्हें याद नहीं माया, तब तुमको मेरे इस जावक रचित पावों ने केवल यह स्मरण करा दिया कि मैं तुम्ही में हूँ, तुम्हारे ही रेशे रेशे में सोई हुई, और अब समय आ गया कि मैं तुम्हारी नस नस में पंख पसार कर उड़ूंगी और तुम्हारी डाल डाल में गुच्छे गुच्छे लाल लाल कलियां बन घिलूंगी. ओ पथ के किनारे खड़े छायादार पावन अशोक वृक्ष, तुम यह क्यों कहते हो कि तुम मेरी ही प्रतीक्षा में कितने ही जन्मों से पुष्पहीन खड़े थे? അപ്പോൾ അശോകവൃക്ഷത്തോട് സംവദിക്കുന്ന രാധയെയാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മുടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, പെൺകുട്ടികളുടെ പാദസ്പർശം കൊണ്ട് അശോകവൃക്ഷം പൂവിടാറുണ്ടെന്നുള്ളത്. അപ്പോൾ പെൺകുട്ടികൾ തൊടുകയോ തലോടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പൂക്കാതെ നിൽക്കുന്ന അശോകം പൂക്കും എന്ന് പഴമക്കാർ പറയാറുണ്ട്. അപ്പോൾ അതുമായി, ആ ഒരു കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു കാവ്യം വന്നിരിക്കുന്നത്. അപ്പോൾ രാധ എന്ന പെൺകുട്ടി അശോകവൃക്ഷത്തിൻ്റെ അടുത്ത് ചെല്ലുന്നു. പിന്നെ അവർ തമ്മിലുള്ള മൗന രൂപത്തിലുള്ള ഒരു സംവാദം, അതാണ് നമ്മൾ കാണുന്നത്, മനസ്സുകൊണ്ടുള്ളൊരു സംവാദം. പദ് കെ കിനാരെ ഖടേ ഛായാദാർ പാവൻ അശോക് വൃക്ഷ്. അപ്പോൾ നമ്മൾ ഈ കാവ്യം ആദ്യം മുതൽ അവസാനം വരെയും രാധയുടെ ചിന്തകൾ തന്നെയാണ്. കനുപ്രിയ മൊത്തം അത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ രാധ ചിന്തിക്കുന്നത് ആ അശോകവൃക്ഷത്തെക്കുറിച്ചാണ്. അശോകവൃക്ഷത്തോട് രാധ പറയുന്ന കാര്യങ്ങളാണ്. പദ് കെ കിനാരെ ഖടേ ഹെ, ആ അശോകവൃക്ഷം കഹാം ഖടേ ഹെ, പദ് കെ കിനാരെ, പാതയോരത്ത് നിൽക്കുകയാണ്. പദ് എന്ന് പറയുന്നത് വഴിയാണ്, വഴിയോരത്ത്. പദ് കെ കിനാരെ, വഴിയോരത്ത്, ഖടേ ഹെ യഹ് ഛായാദാർ, ഛായാദാർ എന്ന് പറഞ്ഞാൽ നല്ല തണൽ തരുന്ന, ഛായാ ദേനെ വാലി ഹെ, और पावन है, पावन माने पवित्र है, पावन है, ഛായാദാർ ഹെ യഹ് അശോക വൃക്ഷ. അപ്പോൾ വളരെ പവിത്രമായ
അല്ലെങ്കിൽ എല്ലാവർക്കും തണൽ കൊടുക്കുന്ന ഈ അശോകവൃക്ഷത്തോടാണ് നമ്മുടെ രാധ സംവദിക്കുന്നത്. ഓ പതുക്കെ കിനാരെ കടേ ഹേ വോ അശോകവൃക്ഷം, വഴിയോരത്താണ് ആ അശോകവൃക്ഷം നിൽക്കുന്നത്. ആ അശോകവൃക്ഷത്തോട് രാധ ചോദിക്കുന്നു, തും യഹ് ക്യോം കഹത്തെ ഹോ कि तुम मेरे चरणों के स्पर्श की प्रतीक्षा में जन्मों से पुष्पहीन खड़े थे. തും യഹ് ക്യോം കഹത്തെ ഹോ, വൃക്ഷത്തോട് ചോദിക്കുകയാണ്, നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? എങ്ങനെ പറയുന്നു എന്നാണ്. തും മേരെ ചരണോ കെ സ്പർശിക്ക് പ്രതീക്ഷാമി, എൻ്റെ ചരണങ്ങളുടെ സ്പർശം പ്രതീക്ഷിച്ചുകൊണ്ട്, അതായത് എൻ്റെ കാലുകൾ നിന്നെ സ്പർശിക്കുന്നത്, എൻ്റെ പാദസ്പർശവും പ്രതീക്ഷിച്ചുകൊണ്ട് തും ജന്മോം സെ പുഷ്പഹീന ഘടേ ഥേ, ജന്മങ്ങളായി നീ പൂക്കാതെ നിൽക്കുകയായിരുന്നുവെന്നാണോ വൃക്ഷമേ നീ പറയുന്നത് എന്ന് അശോക വൃക്ഷത്തോട് രാധ ചോദിക്കുകയാണ്. അതായത് എൻ്റെ വരവും കാത്ത് നീ പൂക്കാതെ നിൽക്കുകയായിരുന്നു എന്നാണോ നീ പറയുന്നത് എന്ന് വെച്ചാൽ ആ വൃക്ഷം ഇതുവരെ പൂത്തില്ലേ എന്നാണ് രാധ ചോദിക്കുന്നത്. അപ്പോൾ എന്നെയും കാത്താണോ നീ ഇത്ര നാളും പൂക്കാതെ നിന്നിരുന്നത്? പുഷ്പഹീന ഘടേ ഥേ, പുഷ്പഹീനം എന്ന് പറഞ്ഞാൽ പൂക്കളില്ലാത്ത അവസ്ഥയാണ്. പൂക്കളില്ലാതെ, അതായത് പൂക്കാതെ നീ ഇങ്ങനെ നിന്നത് ഞാൻ വരാഞ്ഞത് കൊണ്ടാണോ, ഇത്ര നാളും ഞാൻ നിൻ്റെ അടുത്തേക്ക് വരാഞ്ഞത് കൊണ്ടാണോ നീ ഇതുവരെ പൂക്കാതിരുന്നത്? തുമക്കോ ക്യാ മാലൂം कि मैं कितनी बार केवल तुम्हारे लिए धूल में मिली हूँ. നിനക്കറിയാമോ? തുമക്കോ ക്യാ മാലൂം, നിനക്ക് എന്തറിയാം എന്നാണ്. തുമക്കോ ക്യാ മാലൂം, നിനക്കറിയാമോ? വൃക്ഷത്തോട് രാധ പറയാണ്, മേ കിത്തനി ബാർ, ഞാൻ എത്രയോ തവണ, കേവൽ തുമാരേലിയെ, നിനക്ക് വേണ്ടി മാത്രം, ധൂലുമേ മിലിഹും, ധൂലെന്ന് പറയുന്നത് മണ്ണാണ്, മണ്ണോടലിഞ്ഞ് ചേർന്നിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? നിനക്ക് വേണ്ടി. എന്തിനാണ് രാധ മണ്ണോടലിഞ്ഞ് ചേർന്നത്? ധർത്തി മേ ഗഹരെ ഉതർ ജഡോങ്കെ സഹാരെ. എന്നിട്ട് രാധ പറയാണ്, ഞാൻ എത്രയോ തവണ നിനക്ക് വേണ്ടി മണ്ണോടലിഞ്ഞ് ചേർന്നിരിക്കുന്നു. എന്നിട്ട് ധർത്തി മേ ഗഹരെ ഉതർ ജഡോങ്കെ സഹാരെ തുമാരെ കഠോര തനേക്കെ രേശോ മേ കലിയാം ബൻ കോംപൽ ബൻ സൗരഭ് ബൻ ലാലി ബൻ ചുപ്കെ സേ സോ ഗയി ഹൂം. അപ്പോൾ മണ്ണോടലിഞ്ഞ് ചേർന്നുകൊണ്ട് എത്രയോ തവണ ഞാൻ മണ്ണോടലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. എന്നിട്ട് ധർത്തി മേ ഗഹരെ ഉതർ ഗയി ഹൂം. ധർത്തി മേ ഗഹരെ ഉതർന എന്ന് പറഞ്ഞാൽ മണ്ണിലേക്ക് ആഴത്തിൽ വേരോടിക്കുക എന്നുള്ളതാണ്. ധർത്തി മേ ഗഹരെ ഉതർന എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. ഗഹരെ മേ ഉതർ ഗയി ഹൂം. അപ്പോൾ ഞാൻ മണ്ണോട് ചേരുകയും മണ്ണിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുകയും, ഓർ ജഡോങ്കെ സഹാരെ, നിന്റെ വേരുകളിലൂടെ തുമാരെ കഠോര തനിക്കേ രേശോമേം, നിന്റെ ഈ കഠോരം എന്ന് പറഞ്ഞാൽ കാഠിന്യമുള്ള, തന് അതിൻ്റെ തടിയാണ്. അപ്പോൾ നിന്റെ കാഠിന്യമുള്ള ഈ തടിയുടെ രേശോമേം, രേഷ എന്ന് പറഞ്ഞാൽ ഇഴകളാണ്, ആ തടിയിലൂടെ ആഴ്ന്ന് അരിച്ച് ഉള്ളിലേക്ക് ഇറങ്ങി, കലിയാം ബൻകർ, പൂമൊട്ടുകളായി, കോംപൽ ബൻകർ, തളിരുകളായി, സൗരഭ് ബൻകർ, സുഗന്ധമായി, ലാലി ബൻകർ, അശോകപ്പൂക്കളുടെ ആ ചോപ്പ് നിറമായി, ചുപ്കേസെ സോഗയിഹും, മിണ്ടാതെ ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. എന്താണ് രാധ അവിടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, അതൊന്ന് പൂത്ത് കാണാൻ രാധ എത്രയോ നാളായി കാത്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ അതൊന്ന് പൂത്ത് കാണാൻ, ആ വൃക്ഷം ഒന്ന് പൂത്ത് കാണാനായി, അതിൽ പൂക്കളുണ്ടായി കാണാനായി രാധ എത്രയോ അധികം ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ആ ആഗ്രഹം അവൾ അതിൻ്റെ എക്സ്ട്രീമിൽ എക്സ്പ്രസ് ചെയ്യാണ്. അതായത് എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നാണ് ചിന്തിച്ചത്. അതായത് എനിക്ക് നിന്നിലെ പൂക്കളാകാൻ വേണ്ടി ഞാൻ തന്നെ എന്നെ ഇല്ലാതാക്കി, സ്വയം മണ്ണായി നിൻ്റെ തടിയിലൂടെ അരിച്ചു കയറി, നിൻ്റെ മുകുളങ്ങളായി, നിൻ്റെ പൂമൊട്ടുകളായി, നിൻ്റെ പൂക്കളായി, പൂക്കളുടെ ചുവന്ന നിറമായി ഞാൻ എത്രയോ മാറിയിരിക്കുന്നു. ആ പറഞ്ഞതിൻ്റെ അർത്ഥം രാധ മണ്ണോട് ചേർന്നു എന്നുള്ളതല്ല, മനസ്സുകൊണ്ട് അതൊന്ന് പൂത്ത് കാണാൻ രാധ അത്രത്തോളം ആഗ്രഹിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൽ പൂക്കളുണ്ടായി കാണാൻ അത്രത്തോളം ആഗ്രഹം രാധയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ആഗ്രഹിച്ച് ഞാൻ ഇരുന്നിട്ടും നീ ഇപ്പോഴും പറയുന്നത് ഞാൻ നിന്നെയും കാത്തിരിക്കുകയായിരുന്നു എന്നാണോ വൃക്ഷമേ എന്നാണ് അശോകത്തോട് ചോദിക്കുന്നത്. അശോകമേ, നീ പറയുന്നത് നീ എന്നെയും പ്രതീക്ഷിച്ചാണോ ഇത്ര നാളും നീ ഇരുന്നതെന്നാണോ?
ഞാൻ എത്രയോ നാളായി നീ ഒന്ന് പൂത്ത് കാണാൻ കൊതിക്കുന്നു, നീ ഇതുവരെയും പൂത്തില്ലല്ലോ എന്നാണ് അതിൻ്റെ സിമ്പിളായിട്ടുള്ള വെർഷൻ. അപ്പോൾ ഞാൻ ഇത്രത്തോളം ആഗ്രഹിച്ചിട്ടും നീ എന്തേ ഇതുവരെ പൂത്തില്ല. അതാണ് മേ കിത്നി ബാർ കേവൽ തുമാരേ ലിയേ, എത്രയോ തവണ ഞാൻ നിനക്ക് വേണ്ടി മാത്രമായി ധൂലുമേ മിലിഹും, എത്രയോ തവണ നിനക്ക് വേണ്ടി മാത്രമായി മേം ധൂലുമേ മിലിഹൂം, ഞാൻ ഈ മണ്ണോട് ചേർന്നിരിക്കുന്നു. ധർത്തിമേം ഗഹരെ ഉതർ ഗൈഹൂം, ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഈ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. ജഡ്കെ സഹാരെ, നിൻ്റെ വേരുകളിലൂടെ. തുമാരെ കഠോര തനിക്ക് രേഷോമേം, നിൻ്റെ ഈ കാഠിന്യം നിറഞ്ഞ ഈ ശരീരത്തേക്ക് അല്ലെങ്കിൽ നിൻ്റെ തടിയിലേക്ക് രേഷോമേം, അതിൻ്റെ ഓരോ ഇഴകളിലേക്കും അരിച്ചിറങ്ങിയിരിക്കുന്നു. എങ്ങനെയാണ്? കലിയാം ബൻകർ, പൂമൊട്ടുകളായും, കോമ്പൽ ബൻകർ, മുകുളങ്ങളായും, സൗരഭ് ബൻകർ, പൂക്കളുടെ സുഗന്ധമായും, ലാലി ബൻകർ, അശോക പൂക്കളുടെ ചുവപ്പ് നിറമായിട്ടുമൊക്കെ ഞാൻ എത്രയോ തവണ നിന്നിലേക്ക് ഞാൻ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. നീ ഒന്ന് പൂത്ത് കാണാൻ വേണ്ടി ഞാൻ എത്രയോ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരിക്കുന്നു. और चुपके से सो गई हूँ ലാലി ബൻകർ, അതിലെ ചുവപ്പ് നിറമായി ഞാൻ എത്രയോ സ്വയം മറന്ന് സ്വയം മയങ്ങി ഇരുന്നിട്ടുണ്ട്. നിൻ്റെ പൂക്കളായി മാറാൻ, നിൻ്റെ പൂക്കളെ കാണാൻ ഞാൻ എത്രയോ കാത്തിരുന്നിരുന്നു. കി കബ് മധുമാസം ആയേ, മധുമാസം ഒന്ന് വന്നോട്ടെ. മധുമാസം എന്ന് പറഞ്ഞാൽ മധു തേനാണ്. അപ്പോൾ തേൻ നുകരാനായി വണ്ടുകൾ വരുന്ന ആ ഒരു മാസം, അല്ലെങ്കിൽ ഒരുപാട് പൂക്കളുള്ള മാസം എന്ന് പറയുന്നത് വസന്തമാണ്. അപ്പോൾ വസന്തകാലത്തെയാണ് മധുമാസം എന്ന് പറയുന്നത്. ആ വസന്തം ഒന്ന് വന്നെങ്കിൽ, ആർ തും കബ് മേരെ പ്രസ്ഫുടൻ സേ ജാജാവോ, നീ ഒരു എൻ്റെ കാത്തിരിപ്പിൻ്റെ വിരാമം ഇട്ടുകൊണ്ട് വസന്തകാലം വരികയും എൻ്റെ പ്രസ്ഫുടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്പന്ദനം, എൻ്റെ ബഹിർസ്ഫുരണമാണ്. അപ്പം ഞാൻ നിന്നിലേക്ക് സ്വയം എന്നെ അർപ്പിച്ചിരിക്കുമ്പോൾ, മേരെ പ്രസ്ഫുടൻസേ തൂ ഛാ ജാവോ, അതിലേക്ക് നീ ഛാന എന്ന് പറഞ്ഞാൽ വ്യാപിക്കുക എന്നാണ്. അപ്പോൾ എൻ്റെ ഹൃദയത്തുടിപ്പുമായി നീ ആ താതാത്മ്യം പ്രാപിക്കുന്ന, സമരസപ്പെടുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നീ വരാൻ, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം പോലെ, എൻ്റെ മനസ്സിലെ എൻ്റെ ആഗ്രഹം പോലെ നീ ഒന്ന് പൂത്ത് കാണാൻ, അതാണ് എൻ്റെ പ്രസ്ഫുടൻസേ ജാജാന എന്ന് പറയുന്നത്. എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾക്കൊപ്പം നീ ഒന്ന് സമരസപ്പെട്ട് വരാൻ, എൻ്റെ ആഗ്രഹം പോലെ നീ ഒന്ന് പൂവിട്ട് കാണാൻ ഞാൻ എത്രയോ കൊതിച്ചിരുന്നു. അതിന് മധുമാസ് ആയേ, എങ്ങനെയെങ്കിലും ഒരു വസന്തകാലം എത്തണം. ആ വസന്തകാലമാകുന്നതോടുകൂടി തും മേരെ പ്രസ്ഫുടൻസേ ജാജാന ഹെ, ആ വസന്തത്തിനനുസരിച്ച് അല്ലെങ്കിൽ എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾക്കൊപ്പം നീ ഒന്ന് പൂവിട്ട് കാണാൻ ഞാൻ എത്രയോ ആഗ്രഹിച്ചാണ് നടപ്പ്. അങ്ങനെയുള്ള എന്നോടാണോ നീ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഫസ്റ്റ് ലൈനിലേക്ക് പോകേണ്ടി വരും. എന്താണ് ഫസ്റ്റ് ലൈൻ? सेकंड लाइन, तुम यह क्यों कहते हो कि तुम मेरे चरणों के स्पर्श की प्रतीक्षा में जन्मों से पुष्पहीन खड़े थे. നീ ഒന്ന് പൂത്ത് കാണാൻ അത്രത്തോളം കൊതിച്ചിരുന്ന ആ എന്നോടാണോ നീ പറയുന്നത് എൻ്റെ ചരണസ്പർശത്തിന് വേണ്ടി ജന്മങ്ങളായി നീ പൂക്കാതെ നിൽക്കുകയായിരുന്നുവെന്ന്, എൻ്റെ സാമീപ്യത്തിന് വേണ്ടി നീ കാത്തിരിക്കുകയായിരുന്നുവെന്ന് ആ എന്നോടാണോ നീ പറയുന്നത്? അതായത് നീ ഒന്ന് പൂവിട്ട് കാണാൻ മനസ്സുകൊണ്ട് സ്വയം അർപ്പിച്ച് കഴിഞ്ഞ എന്നോടാണോ നീ ഇത് പറയുന്നത് എന്ന് അശോകവൃക്ഷത്തോട് രാധ ചോദിക്കുകയാണ്. അടുത്ത വരികളിലേക്ക് പോവാം. ഫിർഫി തുമേം യാദ് നഹി മായാ തബ് തുമക്കോ മേരെ ഇൻ ജാവക് രചിത് पावों ने केवल यह स्मरण करा दिया कि मैं तुम्ही में हूँ, तुम्हारे ही रेशे रेशे में सोई हुई, और अब समय आ गया कि मैं तुम्हारी नस नस में पंख पसार कर उड़ूंगी और तुम्हारी डाल डाल में गुच्छे गुच्छे लाल लाल कलियां बन खिलूंगी. वो फिर भी तुम्हें याद नहीं आया, फिर भी तुम्हें याद नहीं आया, फिर भी तुम्हें याद नहीं आया, എന്നിട്ടും നിനക്ക് ഓർമ്മ വന്നില്ല. നഹി മായ, ഓർമ്മ വന്നതേയില്ല. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് ഓർമ്മ വന്നതേയില്ല. തബ് തുംകോ മേരെ ഇൻ ജാവക് രചിത് പാവോം നെ, അതുകൊണ്ടാണ് നിനക്ക് എൻ്റെ ഈ ജാവക് എന്ന് പറയുന്നത് അത് ഈ പെൺകുട്ടികൾ നൃത്തം ചെയ്യുന്ന, പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും ഉപയോഗിക്കാറുണ്ട്, നൃത്തം ചെയ്യുന്ന കുട്ടികൾ. അപ്പോൾ ജാവക് രചിത പാവോനെ, വിവാഹിതകളായ പെൺകുട്ടികളും നോർത്തിലൊക്കെ
കയ്യിലും കാലിലും ഒക്കെ ചുമന്ന ചായം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. മൈലാഞ്ചി പോലെ, മെഹന്തി പോലെ ഇങ്ങനെ കയ്യിലിങ്ങനെ പൂശിയിട്ടുണ്ടാകും. ചുവന്ന ചായമാണത്. അപ്പോൾ അതിനെയാണ് ഈ ജാവക് എന്ന് പറയുന്നത്. പെൺകുട്ടികൾ കാലുകളിലും കൈകളിലും ഒക്കെ തേക്കുന്ന ആ ചുവന്ന ചായം. വാഹിദകൾ മാത്രമല്ല കേട്ടോ, പെൺകുട്ടികളെല്ലാം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ തുംകോ മേരെ ഇൻ ജാവക് രചിത പാവോനെ, അതുകൊണ്ടാണ് എൻ്റെ ഈ ചായം തേച്ച കാലുകൾ. ഈ അല്ല ആ ജാവക് എന്ന് പറയുന്നത് അതാണ് മെഹന്തി ഹേ. അപ്പോൾ പൊടിയാണത്, മെഹന്തിയുടെ പൊടിയാണ്. തുംകോ മേരെ ഇൻ ജാവക് രചിത പാവോനെ. അപ്പോൾ എൻ്റെ ഈ ചായം പുരട്ടിയ, അത് ചായം 2 തരത്തിലുണ്ട്. ഒന്ന് മെഹന്തിയുടെ പൊടിയാവും, അല്ലെങ്കിൽ അത് കൃത്രിമമായിട്ടുള്ള ചായം തന്നെയുണ്ട്, ചുവപ്പ് നിറം കൊടുക്കുന്ന ചായം തന്നെയുണ്ട്. അപ്പോൾ എൻ്റെ കാലുകളിലുള്ള ഈ ചുവപ്പ് നിറം അല്ലെങ്കിൽ ഞാൻ പുരട്ടിയിട്ടുള്ള യഹ് ജാവക്, ഇൻ ജാവക് രചിത പാവോനെ തുംകോ യഹ് സ്മരൺ കരാദിയ, നിന്നെ എൻ്റെ ഈ കാലുകളിലെ ഞാൻ പുരട്ടിയിട്ടുള്ള ഈ ചുവന്ന ചായം നിന്നെ സ്മരൺ കരാദിയ, നിന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഈ ചായം കൊണ്ട്. ഈ ചായം കൊണ്ട്, അതായത് അവളുടെ പാദസ്പർശം ആ വൃക്ഷത്തിനെ ഏൽപ്പിക്കുന്നത് കൊണ്ട് അവൾ ഉദ്ദേശിക്കുന്നത്, അവളുടെ നമുക്കതിനെ 2 തരത്തിലെടുക്കാം. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ പഴമക്കാരുടെ ആ വിശ്വാസം പോലെ ഈ പെൺകുട്ടിയുടെ സ്പർശനം കൊണ്ട് അത് പൂവിടട്ടെ എന്നാണ്. രണ്ടാമത്തേത് നമുക്ക് എടുക്കാവുന്നത്, ആ കാലുകളിലുള്ള ചായം കാണിച്ച് അവൾ ആ വൃക്ഷത്തെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇതുപോലെ പൂവിടേണ്ടവളാണ് നീയുമെന്ന്. എന്നെപ്പോലെ എൻ്റെ കാലുകളിലുള്ള ഈ ചുവപ്പ് ചായം പോലെ നിന്നിലും ഈ ചുവപ്പ് വ്യാപിക്കേണ്ടതാണ്. നിൻ്റെ പൂക്കളിലൂടെ, നിൻ്റെ ചുവന്ന പൂക്കളിലൂടെ ഇതേ ചായം നിൻ്റെ ദേഹത്തും വ്യാപിക്കേണ്ടതാണ്, പൂക്കൾ ഉണ്ടാകേണ്ടതാണ് നിനക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നതുമാകാം. അപ്പോൾ 2 തരത്തിൽ നമുക്കതിനെ കാണാം. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും തുംകോ യാദ് നഹിമായ, ഞാൻ എത്രയോ കാലമായി നീയൊന്ന് പൂത്ത് കാണാൻ കൊതിക്കുന്നു, ഞാൻ മണ്ണായി ലയിച്ചു ചേർന്നു, നിന്നിലേക്ക് ഇഴുകി ചേർന്നു, നിൻ്റെ ശരീരത്തിൽ ഞാൻ ആഴ്ന്നിറങ്ങി, നിൻ്റെ നിറമായി, നിൻ്റെ പൂക്കളായി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടും നിനക്ക് ഓർമ്മ വന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഈ ചായം പുരട്ടിയ എൻ്റെ ഈ കാലുകൾ കാണിച്ച് ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. യഹ് സ്മരൺ കരാദിയ, ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ്? കി മേ തുമീം മേം ഹൂം, ഞാൻ നിന്നിൽ തന്നെയുണ്ട്. ഈ ചുവപ്പ് നിറമായിട്ട് അല്ലെങ്കിൽ നിൻ്റെ പൂക്കളായിട്ട് ഞാൻ നിന്നിൽ തന്നെയുണ്ട്. അതായത് ഞാൻ മനസ്സുകൊണ്ട് നിൻ്റെ ഒപ്പമുണ്ട്. നീ ഒന്ന് പൂത്ത് കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് നിൻ്റെ ഒപ്പം ഞാനുണ്ട്. മേ തുമീം മേം ഹൂം, മേ തുച്മേ ഹി ഹൂം, ഞാൻ നിന്നിൽ തന്നെയുണ്ട്. തുമാരെ ഹി രേഷേ രേഷേമേം സോയി ഹുയി ഹൂം, നിൻ്റെ ഓരോ ഇഴകളിലും, രേഷ എന്ന് പറയുന്നതാണ്, നിൻ്റെ രേഷേമേ ഓരോ ഇഴകളിലും, നിൻ്റെ തടിയുടെ ഓരോ ഇഴകളിലും, സൊയി ഹുയി ഹൂം മേ സുപ്ത് അവസ്ഥാമേ ഹൂം, ഞാൻ ഉറങ്ങുകയാണ്. നിന്നിൽ തന്നെ അലിഞ്ഞു ചേർന്ന് ഇഴുകിച്ചേർന്ന് ഞാൻ ജീവിക്കുകയാണ്. തുച്മേ ഹി സോയി ഹൂം, നിന്നിൽ തന്നെ ഞാൻ ഉറങ്ങിക്കിടപ്പുണ്ട്. ആ റബ് സമയാഗ്യാ ഹെ, ഇപ്പോൾ സമയമായിരിക്കുന്നു. ഇപ്പോൾ സമയമായിരിക്കുന്നു. കി മേ തുമാരി നസ് നസുമേം, ഇപ്പം ഞാൻ ഇത്ര നാളും നിന്നിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. എൻ്റെ മോഹം, നീ ഒന്ന് പൂത്ത് കാണുക എന്നുള്ള മോഹമായി ഇത്രനാളും ഞാൻ നിന്നിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ആ റബ് സമയാഗ്യാ ഹെ, ഇനി ഞാൻ ഉറക്കം വിട്ടുണരാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ ഉറക്കം വിട്ടുണരുക എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയമായിരിക്കുന്നു, നിനക്ക് പൂവിടാനുള്ള സമയമായിരിക്കുന്നു. അബ് സമയാഗ്യാ ഹെ കി മേ തുമാരി നസ് നസുമേം, ഞാൻ നിൻ്റെ ഓരോ നസ് എന്ന് പറഞ്ഞ നരമ്പുകളാണ്, നിൻ്റെ ഓരോ നാഡീ നരമ്പുകളിലും പങ്ക് ബസാർ കറുടൂങ്കി, പങ്ക് ചിറക്, പങ്ക് ബസാറിന ചിറക് വിരിക്കുക, ഉടന പറക്കുക. അപ്പം നിൻ്റെ ഓരോ നാഡീ നരമ്പുകളിലും ഞാനിനി എൻ്റെ ചിറക് വിരിച്ച് പറക്കും, നിന്നെ ഞാൻ ഉണർത്തും. അപ്പം നിന്നെ സ്പർശിച്ച് ഞാൻ ഉണർത്താൻ പോവുകയാണ്. ഇത്ര നാളും പൂവിടാതെ ഇരുന്ന നിന്നിൽ ഉറങ്ങിക്കിടന്ന ഞാൻ ഉണർന്ന് പറന്ന് എന്ത് ചെയ്യാൻ പോവാണ്? നിന്നെ പൂവിടിയിക്കാനായി ഞാൻ പ്രയത്നിക്കാൻ പോവുകയാണ്. നിനക്കിനി പൂവിട്ടേ മതിയാകൂ. മേ തുമാരി നസ് നസുമേം പങ്ക് പസാർ കറുടൂങ്കി, ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? പങ്ക് പസാർ കറുടിനെ വാലിഹൂം, എൻ്റെ ചിറക് വിരിച്ച് ഞാൻ പറക്കാൻ പോവുകയാണ്. അവർ തുമാരി ഡാല് ഡാലുമേ, എന്നിട്ട് നിൻ്റെ ഓരോ ഡാലി ബ്രാഞ്ചുകളാണ്, നിൻ്റെ ഓരോ ശിഖരങ്ങളിലും ഗുച്ഛേ ഗുച്ഛേ, ഗുച്ഛ എന്ന് പറഞ്ഞാൽ ആ പൂക്കുല, അതാണ് ഗുച്ഛ. ലാല് ലാല് കലിയാമ്പൻ ഖിലൂങ്കി, ചോന്ന കലി പൂമൊട്ടുകളായി ഞാൻ വിടരും. അപ്പോൾ ചോന്ന പൂമൊട്ടുകളുടെ കൂട്ടങ്ങളായി ഞാൻ നിന്നിൽ വിടരാൻ പോവുകയാണ്. അപ്പോൾ ഇത്ര നാളും നീ പൂവിടാനുള്ള
എൻ്റെ ആഗ്രഹമായിട്ട് മണ്ണിലൂടെ അരിച്ചിറങ്ങി ഞാൻ നിന്നിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ ഉണരാൻ പോവുകയാണ്. എന്നിട്ട് എൻ്റെ ചിറക് വിരിച്ച് ഞാൻ പറക്കാൻ പോവുകയാണ്. ആ പറക്കലിലൂടെ ഞാൻ നിന്നെ ഉണർത്തുമ്പോൾ നീ പൂവിട്ടേ മതിയാവൂ. നിന്നിൽ ചുവന്ന പൂക്കൾ പൂക്കുലകളായി നിറയാൻ പോവുകയാണ്. നിൻ്റെ പൂമൊട്ടുകൾ തളിർക്കാൻ പോവുകയാണ്. അപ്പോൾ തുമാരി ഡാല് ഡാലുമേ ഗുച്ഛേ ഗുച്ഛേ ലാല് ലാല് കലിയാമ്പന് ഖിലൂങ്കി. അപ്പോൾ നിൻ്റെ ഓരോ ശിഖരങ്ങളിലും പൂക്കുലകളായി, ചുവന്ന പൂക്കുലകളായി, അശോകപ്പൂക്കളായി ഞാൻ വിടരാൻ പോവുകയാണ്. ഓ പതുകെ കിനാരെ ഘടേ ഛായാദാർ പാവൻ അശോക് വൃക്ഷ്. ആദ്യത്തെ 4 വരികൾ തന്നെ ഇവിടെ റിപ്പീറ്റ് വരികയാണ്. തും യഹ് ക്യോം കഹത്തെ ഹോ കി തും മേരി ഹി പ്രതീക്ഷാ മേ കിത്തനെ ഹി ജന്മോ സെ പുഷ്പഹീൻ ഘടേ ഥേ. ആദ്യത്തെ വരികളാണിത്. അതായത് അങ്ങനെ ഒരു അദമ്യമായ ആഗ്രഹമായി, നീ പൂവിട്ട് കാണാനുള്ള അങ്ങേ അറ്റത്തെ ആഗ്രഹമായി ഞാൻ നിന്നിൽ തന്നെ അലിഞ്ഞു ചേർന്ന് ഉറങ്ങിക്കിടക്കുകയായിരുന്നു ഇത്രനാളും. നീ ഒന്ന് പൂവിടാൻ ഞാൻ അത്രമേൽ ആഗ്രഹിച്ചിരുന്നു. എന്നോടാണ് നീ പറയുന്നത് നിന്റെ പദസ്പർശത്തിനായി ഞാൻ ഇത്ര നാളും കാത്തിരിക്കുകയായിരുന്നു എന്ന്. അപ്പോൾ ഇനിയും നീ അത് പറയാതിരിക്കാൻ വേണ്ടിയാണ് എൻ്റെ കാലുകളിലെ ഈ ജാവക്, അതായത് ചുവന്ന ചായം കൊണ്ട് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ പാദസ്പർശം കൊണ്ട് നിന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിനക്കുടനെ പൂവിട്ടേ മതിയാവൂ. ഇത്രനാളും ഞാനതൊരു സൈലൻ്റായ മോഹമായി നിന്നിൽ ഉറഞ്ഞുകൂടിയിരിക്കുകയായിരുന്നു. ഇനി ഞാൻ ഉണരുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചിറക് വിരിച്ച് നിൻ്റെ തടികളെല്ലാം ഉണർത്താൻ പോവുകയാണ്. നിൻ്റെ ഓരോ ശിഖരങ്ങളിലും ചുവന്ന പൂമൊട്ടുകളായി ഞാൻ വ്യാപിക്കാൻ പോവുകയാണ്. നിനക്കിനി പൂത്തേ മതിയാവൂ എന്ന് അശോകവൃക്ഷത്തോട് രാധ പറയുകയാണ്. അപ്പോൾ പ്രകൃതിയുമായിട്ട് എത്ര മനോഹരമായിട്ടാണ് രാധ സംവദിക്കുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ ആ രാധയുടെ ആ ഒരു സിറ്റുവേഷനുമായിട്ട്, രാധ നിൽക്കുന്ന ആ ഒരു അശോകമരവും, അല്ലെങ്കിൽ ധർമ്മവീർ ഭാരതിയുടെ ഒരു മിടുക്കായിട്ട് നമുക്ക് പറയാം. അതായത് ഭാവചിത്രം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഒരു പോർട്രേറ്റ് പോലെ നമ്മുടെ മുന്നിൽ അത് തെളിഞ്ഞു വരികയാണ്. അതായത് അശോകവൃക്ഷത്തോട് ഒരു ജീവൻ, അത് മാനവീകരണം എന്ന ഗുണമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതായത് ആ വൃക്ഷത്തോട് സംസാരിക്കുന്നതിലൂടെ രാധ ചെയ്യുന്നതാണ്. അതായത് ആ വൃക്ഷത്തെ പൂവിടിയിക്കാൻ വേണ്ടി അവളോട്, അല്ലെങ്കിൽ ആ വൃക്ഷത്തോട് വളരെ മനസ്സുകൊണ്ട് തുറന്ന് സംവദിക്കുന്ന രാധയെയാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ അത്ര മനോഹരമായിട്ടാണ് പെഹലാപദ് നമുക്ക് ധർമ്മവീർ ഭാരതി അവതരിപ്പിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ കവിത വായിക്കുക.